ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിൻ ചെയ്തതും ബോഡി ബിൽഡറും സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറും നടനുമായ ജിൻഡോയാണ്. എന്നാൽ അർഹതയോ ക്വാളിറ്റിയോ ഇല്ലാത്ത വ്യക്തിയാണ് 6ാം സീസണിൽ കപ്പ് കിട്ടിയെന്ന അഭിപ്രായം പ്രേക്ഷകർക്കും മുൻ മത്സരാർത്ഥികൾക്കുമുണ്ട്. ഇപ്പോൾ തന്നെക്കുറിച്ച് പറക്കുന്ന ആരോപണങ്ങൾക്കെതിരെയും വിവാഹം മുടങ്ങാനുള്ള കാരണം വെളിപ്പെടുത്തുകയാണ് ജിൻഡോ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് എന്നും ബിഗ് ബോസ് കഴിഞ്ഞാൽ വിവാഹമുണ്ടാകുന്ന ഷോയിലിരുന്നപ്പോൾ ജിൻഡോ പറയാറുണ്ടായിരുന്നു. എന്നാൽ ജിൻഡോയുടെ പേരിൽ വിവിധ കേസുകൾ വന്നതോടെ വിവാഹം മുടങ്ങിയെന്നാണ് പ്രചാരണം. മണ്ടനായ വ്യക്തിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ കപ്പ് കൊടുത്തു എന്ന് പറയുന്നവർ പറയട്ടെ. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനോ മിണ്ടാനോ പോകേണ്ട കാര്യമില്ല. ഞാൻ ബിഗ് ബോസ് ജയിച്ചു, കപ്പും അടിച്ചു, എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി എന്നെക്കുറിച്ച് ഞാൻ മണ്ടനാണെന്നൊക്കെ എത്ര പറഞ്ഞാലും എനിക്ക് കപ്പ് തിരികെ മേടിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് കിട്ടിയ സമ്മാനത്തുകയും മേടിക്കാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങളാണ്. ഇനി എന്നെ കുറ്റം പറയുന്നവരോട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വിന്നർ കപ്പ് പിടിച്ചോണ്ട് ഫോട്ടോ എടുത്തിട്ട് പോകാൻ അനുവാദമുണ്ട്. അത്രമാത്രമല്ലേ എനിക്ക് സഹിക്കാൻ പറ്റൂ. അല്ലാതെ വേറൊന്നും പറ്റില്ല. എന്നെ വേദനിപ്പിക്കുന്ന 2 പേർ സിജോയും സായി കൃഷ്ണയുമാണ്. പക്ഷേ ഇപ്പോൾ പറയാറല്ല. എന്തുപറ്റി? കാരണം എന്താണെന്നറിയില്ല. കൂടോത്രം ഞാൻ ചെയ്തിട്ടുമില്ല. പിന്നെ കർത്താവുണ്ടെങ്കിൽ പിശാചുമുണ്ട്. അത് ഉറപ്പാണ്. ഇവർ രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തി ഒന്നാണ്. കാരണം പള്ളിയിൽ നിരന്തരമായി പോയി പ്രാർത്ഥിക്കുന്നവർക്കും കഷ്ടകാലം വരുന്നുണ്ടല്ലോ. പിന്നെ എനിക്കെതിരെ ആര് കൂടോത്രവും ചെയ്തിട്ട് കാര്യമില്ല. കാരണം എല്ലാവരും കരുതുന്ന പോലെ ഞാൻ നശിച്ചു പോയിട്ടില്ല. ഞാൻ തന്നെയാണ് രാജാവ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ നോക്കിയാലും തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ജിൻഡോ പറയുന്നു. ഈ ലോകത്ത് വിവാഹിതര ബന്ധങ്ങൾ അഥവാ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഇല്ലാത്തവർ കുറവായിരിക്കും. കന്യകയായിട്ടുള്ള ഒരു ആണിനും പെണ്ണിനും കെട്ടാൻ കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. 10% ഇങ്ങനെയില്ലാത്ത ആളുകൾ ഉണ്ടാകും. ഇത് കേട്ട് ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർ ചിലപ്പോൾ നമ്മളെ അടിക്കും. സെക്സ് ചെയ്തുവെന്ന് കരുതി ലൈഫ് കൊടുക്കരുത്. സെക്സ് വേറെ, ലൈഫ് വേറെ. അതാണ് ഇന്ന് പിള്ളേർ ഇവിടെ ചെയ്യുന്നത്. വളർന്നു വരുന്ന തലമുറയുടെ കാര്യമാണ് പറയുന്നത്. പ്രണയിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അയാൾ അറ്റാച്ച്ഡ് ആണെന്ന് മനസ്സിലാകും. മറ്റേയാൾ അതിൽ നിന്ന് ഊരിപ്പോകാൻ ശ്രമിക്കും. വിവാഹം നടത്താനായി എല്ലാം ഒരുങ്ങി കാറ്ററിംഗുകാരെ വരെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ വിവാഹം നടന്നില്ല.